തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഇൻതലിഖൂ ഇലാ ളില്ലിൻ ذي ثلاث شعب لا ظليل ولا يغني من اللهب إنها ترمي بشرر كالقصر كأنه جمالة صفر ويل يومئذ للمكذبين. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് പരലോകത്തിൻ്റെ കുറേ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. ഏതെല്ലാം സാക്ഷ്യങ്ങൾ പറഞ്ഞു? ഒന്ന് പ്രകൃതിപരമായ സാക്ഷ്യം പറഞ്ഞു. പിന്നെ രണ്ടാമത്തേതോ അതെ, ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ ഒരു തെളിവ് പറഞ്ഞു. പിന്നെയോ അതെ, സൃഷ്ടിപരമായ തെളിവ് പറഞ്ഞു. അങ്ങനെ മൂന്ന് അങ്ങനെ ബുദ്ധിപരമായ തെളിവ്. അപ്പോൾ പരലോകമുണ്ട് അഥവാ മരണശേഷമുള്ള ജീവിതം ഉണ്ട് എന്നതിൻ്റെ തെളിവുകളാണ്. അപ്പോൾ തെളിവ് ചോദിക്കുന്നവർക്ക് അള്ളാഹു തെളിവ് കാണിച്ചു കൊടുക്കുകയാണ്. പ്രകൃതിപരം, ചരിത്രപരം, സൃഷ്ടിപരം, പിന്നെ ബുദ്ധിപരം. ഇപ്പം 4 തെളിവുകൾ അല്ലേ? 4 എണ്ണല്ലേ ഉള്ളൂ? ഇപ്പം 4 തെളിവുകൾ കാണിച്ചു കൊടുത്തു. എന്നിട്ടാണ് 28-ാമത്തെ ആയത്തിൽ പറഞ്ഞത് വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. പരലോകത്തെ തള്ളിപ്പറയുന്നവർക്ക് മഹാനാശം. ഇനി 29-ാമത്തെ ആയത്ത് ഇൻതലിഖൂ ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. നമുക്കതിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഇൻതലിഖൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കൊള്ളുക. ഇൻതലഖ യൻതലിഖു. അപ്പോൾ ഇൻതലിഖൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൊയ്ക്കൊള്ളുക. അള്ളാഹു സത്യനിഷേധികളോട് പരലോകത്ത് വച്ച് പറയുകയാണ്, നിങ്ങൾ പൊയ്ക്കൊള്ളുക. എവിടേക്കാണ് പോകേണ്ടത്? ഇലാ മാ കുൻതും ബിഹി തുകദ്ദിബൂൻ. തുകദ്ദിബൂന എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷേധിച്ചു. നിങ്ങൾ ഏത് ഒന്നിനെയാണോ നിഷേധിച്ചത് അതിലേക്ക് പോയിക്കൊള്ളുക. അതിൻ്റെ അർത്ഥം നരകത്തിലേക്ക് പോയിക്കൊള്ളുക എന്നാണ്. ഇവർ തള്ളിപ്പറഞ്ഞതും നിഷേധിച്ചതും പരലോകത്തെയാണല്ലോ, പ്രത്യേകിച്ച് നരകത്തെയും സ്വർഗത്തെയുമാണ്. അപ്പോൾ ഏതൊന്നിനെയാണോ നിങ്ങൾ നിഷേധിച്ചത് അതിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് പറയുമ്പോൾ ആ നരകത്തിലേക്ക് പോയിക്കൊള്ളുക. വീണ്ടും പറയുന്നു ഇൻതലിഖൂ ഇലാ ളില്ലിൻ ദി സലാസി ശുഅബ്. അള്ളാഹു നരകത്തെ, അതിൻ്റെ ഭീകരതയെ ഒന്ന് വർണ്ണിക്കാൻ പോവുകയാണ്. ഇൻതലിഖൂ നിങ്ങൾ പൊയ്ക്കൊള്ളുക, ഇലാ ളില്ലിൻ
ഒരു നിഴൽ, ലില്ല് എന്ന് പറഞ്ഞാൽ നിഴൽ, ദി സലാസി ഷുഅബ്, അതിന് 3 ശാഖകൾ ഉണ്ട്. സലാസ് എന്ന് പറഞ്ഞാൽ 3, ഷുഅബ് എന്ന് പറഞ്ഞാൽ ശാഖകൾ, അതിന് 3 ശാഖകൾ ഉണ്ട്. ആ നിഴലിന് 3 ശാഖകൾ ഉണ്ട്. അങ്ങനെയുള്ള ഒരു നിഴലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. ഇപ്പം എന്തായിരിക്കും അവിടെ ആ പറഞ്ഞതിൻ്റെ ആശയം? നരകത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നരകത്തിൻ്റെ ഒരു ഭീകരത അവിടെ അള്ളാഹു വർണ്ണിക്കുന്നുണ്ട്. നിഴൽ കൊണ്ട് ഉദ്ദേശ്യം പുകയാണ്, പുക നിഴലാണ്. 3 ശാഖകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൻതോതിൽ പുക ഉയരുമ്പോൾ മുകളിൽ ചെന്ന് പല ശാഖകളായിട്ട് അത് പിരിയുന്നു. വലിയ തീ കത്തിക്കുമ്പോൾ വലിയ പുകയുണ്ടാകും. ആ പുക മുകൾ ഭാഗത്ത് ചെന്നിട്ട് പല ശാഖകളായിട്ട് പിരിയും. അതിനെയാണ് ഇവിടെ 3 ശാഖകൾ അല്ലെങ്കിൽ നിഴൽ എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹു നരകത്തെ ഇങ്ങനെ അതിൻ്റെ ഭീകരത, അപ്പോൾ ഇവിടെ സത്യനിഷേധികൾ നരകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കളിയാക്കിയിരുന്നു, ആക്ഷേപിച്ചിരുന്നു. ഇന്നും പരലോകത്തെ കളിയാക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്. മരണശേഷമുള്ള ജീവിതം അതിനെ ഒരു പരിഹാസത്തോടെ കാണുന്നവരുണ്ട്. അപ്പോൾ അവർ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു പറയാണ്, നിങ്ങൾ ഏതൊന്നിനെയാണോ പരിഹസിച്ചത്, ഏതൊന്നിനെയാണോ കളിയാക്കിയത്, അതിലേക്ക് ചെല്ലുക, അതിലേക്ക് നടക്കുക. 3 ശാഖകളുള്ള ആ നിഴലിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ അതിഭയാനകമായ തീയാണ്. അതിൻ്റെ പുക, അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇനി ആ നരകത്തിൽ സത്യനിഷേധികൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് നമുക്ക് നോക്കാം. അടുത്ത ആയത്തുകൾ. ലാ ലലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ് ഇന്നഹാ തർമീ ബിശററിൻ കൽ ഖസ്ർ കഅന്നഹു ജിമാലത്തുൻ സുഫുർ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. ലാ ലലീലിൻ, ലില്ല് ലലീല് ഇതൊക്കെ നേരത്തെ വന്ന ഒരു വാക്കാണ്. ലാ ലലീലിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തണൽ നൽകുന്നതല്ല. ആ നരകത്തിൽ ഒരു തണൽ കിട്ടുകയില്ല. ലലീല്, ലില്ല് എന്നൊക്കെ പറഞ്ഞാൽ തണൽ എന്നാണ് അർത്ഥം. വലാ യുഗ്നി, അത് ഉപകാരപ്പെടുകയില്ല. ഉപകാരപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനായിട്ട് രക്ഷ നൽകുന്ന ഒരു ഉപകാരം അതിൽ നിന്ന് ലഭിക്കില്ല. മിനൽ ലഹബ്, ലഹബ് എന്ന് പറഞ്ഞാൽ തീജ്വാല. ഒരു അധ്യായത്തിൻ്റെ പേര് ലഹബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സൂറത്തുൽ ലഹബ് അല്ലേ? തബ്ബത് യദാ അബി ലഹബിൻ, അവിടെ ലഹബ്, ഒരു വ്യക്തിയുടെ പേര് അബൂ ലഹബ് എന്നാണ്. ആ വ്യക്തി ആരാണ്? പ്രവാചകൻ്റെ പിതൃവ്യനായ സത്യനിഷേധിയായ മനുഷ്യനായിരുന്നു അബൂ ലഹബ്. ഇപ്പം ലാ ലലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഓരോ വാക്കുകളുടെ അർത്ഥം പറയുമ്പോൾ ലലീൽ എന്ന് പറഞ്ഞാൽ തണൽ, വലാ യുഗ്നി എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടുകയില്ല, മിനൽ ലഹബ് എന്ന് പറഞ്ഞാൽ തീജ്വാലയിൽ നിന്ന്. അതിൻ്റെ അർത്ഥം ഒന്നിച്ചു പറയുമ്പോഴോ തീജ്വാലയിൽ നിന്ന്
രക്ഷിക്കുന്നതോ ഒന്നിച്ചു പറയുമ്പോൾ ഇങ്ങനെയാണ്, അത് കുളിര് നൽകുന്നതോ തീജ്വാലയിൽ നിന്ന് രക്ഷിക്കുന്നതോ അല്ല. അത് കുളിര് നൽകുന്നതോ, ലാ ലലീലിൻ, കുളിര് നൽകുന്നതോ തീജ്വാലയിൽ നിന്ന് രക്ഷിക്കുന്നതോ അല്ല. അടുത്ത ആയത്തിൻ്റെ അർത്ഥം, ഇന്നഹ തറുമീ ബിശററിൻ കൽ ഖസ്ർ. ഇന്നഹ തീർച്ചയായും അത്, തറുമീ അതിങ്ങനെ എറിയുന്നു. റമ എറുമി, റമ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. ഇന്നഹ തറുമീ അതിങ്ങനെ എറിയുന്നു. ബി ഷററിൻ, ഷറർ എന്ന് പറഞ്ഞാൽ തീപ്പൊരികൾ. കൽ ഖസ്ർ കൂറ്റൻ കെട്ടിടം പോലെ. ക എന്ന് പറഞ്ഞാൽ പോലെ, ഖസ്ർ എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിനാണ് പറയുക. കൂറ്റൻ കെട്ടിടം, അതാണ് ഖസ്ർ. ഇന്നഹ തീർച്ചയായും അത്, തർമി അത് എറിയുന്നു. ബി ഷററിൻ, ഷറർ എന്ന് പറഞ്ഞാൽ തീപ്പൊരികൾ. ക എന്ന് പറഞ്ഞാൽ പോലെ, അൽ ഖസ്ർ എന്ന് പറഞ്ഞാൽ കൂറ്റൻ കെട്ടിടം. കൂറ്റൻ കെട്ടിടം പോലെയുള്ള തീജ്വാലകൾ അതിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു വലിയ വിറക് കൂട്ടിയിട്ട്, നല്ല കത്തുന്ന വിറകാണ്, അതിങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ തീ ഇങ്ങനെ ആളി കത്തിയിട്ട് തീജ്വാലകൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചീറിപ്പായും. തീപ്പൊരികൾ ഇങ്ങനെ ചിതറിത്തെറിക്കും. കുറച്ചുകൂടി നല്ല പോലെ കത്തുന്ന വിറകോ അല്ലെങ്കിൽ വിറകിനേക്കാൾ കത്തുന്ന മറ്റെന്തെങ്കിലുമോ ഒക്കെയാണെങ്കിൽ തീപ്പൊരികൾ ചിതറും. പക്ഷെ ഇവിടെ തീപ്പൊരികൾക്ക് അള്ളാഹു ഉദാഹരണം പറയുന്നത് കൽ ഖസ്ർ എന്നാണ്. ചെറിയ തീക്കട്ടയല്ല, വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പോലെയുള്ള തീപ്പൊരി. നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. വലിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പോലെയുള്ള തീപ്പൊരി. നമ്മളിങ്ങനെ കത്തിക്കുമ്പോൾ ചെറിയ തീക്കട്ടയാണ് തെറിക്കുക. അതുപോലും നമുക്ക് സഹിക്കാനോ നമ്മുടെ മേത്ത് സ്പർശിച്ചാൽ അതിൻ്റെ പ്രയാസത്തെ ഉൾക്കൊള്ളാനോ നമുക്ക് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ പടുകൂറ്റൻ കെട്ടിടം, ഖസ്ർ, പടുകൂറ്റൻ കെട്ടിടത്തിൻ്റെ അത്രയുമുള്ള വലിയ തീപ്പൊരി തെറിക്കുന്നു. ആ തീപ്പൊരിയെ അള്ളാഹു ഒന്നുകൂടി വർണ്ണിക്കുന്നു അടുത്ത ആയത്തിൽ, കഅന്നഹു ജിമാലത്തുൻ സുഫുർ. കഅന്നഹു അത്, ജിമാലത്ത് ഒട്ടകങ്ങൾ, ജമല്, ജമലിൻ്റെ ബഹുവചനമാണ് ജിമാലത്ത്. ജമല് ഒട്ടകമാണെന്ന് നമുക്കറിയാം. അതിൻ്റെ ബഹുവചനമാണ് ജിമാലത്ത്. അത് ഒട്ടകങ്ങൾ പോലെ. സുഫുർ മഞ്ഞ നിറമുള്ള, സുഫുർ എന്ന് പറഞ്ഞാൽ മഞ്ഞ, നല്ല കടും മഞ്ഞ നിറമുള്ള ഒട്ടകങ്ങൾ ഇങ്ങനെ തെറിക്കുന്ന പോലെ നമുക്ക് തോന്നും, നമുക്കങ്ങനെ അനുഭവപ്പെടും. അതൊരു ഉപമയാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ ആയത്തുകളിൽ സത്യനിഷേധികൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തെ അള്ളാഹു വർണ്ണിച്ചു. ഇതൊക്കെയും സത്യമാണ്. സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ള നരകം എത്രയോ എത്രയോ ഭീകരമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏതൊക്കെ രൂപത്തിൽ അള്ളാഹു നരകത്തിൻ്റെ ഭീകരത വർണ്ണിച്ചു. തീങ്ങനെ കത്തുമ്പോൾ പുക ഉയരുന്നു. ആ പുകയാകട്ടെ 3 ശാഖകളായിട്ട് മാറുന്നു. ഒരു ഉപമ.
രണ്ടാമത്തെ ഉപമയാണ് തീപ്പൊരികൾ തെറിക്കുന്നു. ആ തീപ്പൊരിയാകട്ടെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ പോലെ. ആ തീപ്പൊരി ഇങ്ങനെ തെറിക്കുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ മഞ്ഞ നിറമുള്ള ഒട്ടകം തെറിച്ച് വീഴുന്നത് പോലെ നമുക്ക് തോന്നും. ഇതാണ് അള്ളാഹു ആ നരകത്തെ വർണ്ണിച്ചത്. ആ നരകത്തിലേക്ക് ഇൻതലിഖൂ, നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് അള്ളാഹു പറയുന്നു. ആരോടാണ് പറയുന്നത്? സത്യനിഷേധികളോട് പറയുന്നു. എന്നിട്ട് വീണ്ടും ആ ഒരു ആയത്ത് അവിടെ ആവർത്തിക്കുകയാണ്, വൈലുൻ മഹാനാശം. വൈലുൻ മഹാനാശം. ആർക്കാണ് മഹാനാശം? യൗമ ഇദിൻ, അന്നേ ദിവസം, ലിൽ മുകദ്ദിബീൻ, സത്യനിഷേധികൾക്ക്, അഥവാ പരലോകത്തെ നിഷേധിച്ചുകൊണ്ട് ദുഷിച്ച കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നിഷേധികൾക്ക് അന്നേ ദിവസം മഹാനാശം. ശരി, നിങ്ങൾക്കവിടെ ഇനി ഡൗട്ടില്ലല്ലോ? എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇല്ലല്ലോ? എല്ലാവർക്കും മനസ്സിലായില്ലേ അത്ര ആയത്തുകൾ? ഓക്കെ. ഇനി വീണ്ടും ആ ദിവസത്തെ അഥവാ മഹ്ശറയെ, ആ പരലോകത്തെ, അതിൻ്റെ ഭീകരത കുറച്ചുകൂടി അള്ളാഹുവിന് പറയാനുണ്ട്. നോക്കാം. ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. നോക്കാം. ഹാദാ യൗമു ലാ യൻതിഖൂൻ. നത്തക്ക ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയായിരിക്കും ആ വാക്ക്. നത്തക്ക യൻതിഖു. നത്തക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഹാദാ യൗമു ലാ യൻതിഖൂൻ, മനുഷ്യനെ സംബന്ധിച്ച് ഒരു പ്രയോഗമുണ്ട്, ഹയവാനുൻ നാത്തിഖ്, സംസാരിക്കുന്ന മൃഗം. അറബിയിൽ പറയാറുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നൊരു വാക്കാണ് ഹയവാനുൻ നാത്തിഖ്, സംസാരിക്കുന്ന മൃഗം. അപ്പം നത്തക്ക യൻതിഖു എന്ന് പറഞ്ഞാൽ സംസാരിച്ചു എന്നർത്ഥം. അപ്പോൾ ഹാദാ യൗമു ലാ യൻതിഖൂൻ എന്നാണ്. ഹാദാ അത്, യൗമ് ദിവസമാണ്, ലാ യൻതിഖൂൻ സംസാരിക്കാൻ കഴിയാത്ത ദിവസമാണ്. ഇവിടെ മിണ്ടാൻ കഴിയില്ല, മിണ്ടാൻ കഴിയാത്ത ദിവസം. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ അതിനെ കുറച്ചുകൂടി വിവരിച്ച് പറയുന്നു, വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. ഫലാ യുഅ്ദനു, അനുവാദം നൽകപ്പെടുന്നതല്ല. അദിന എന്ന് പറഞ്ഞാൽ അനുവാദം നൽകപ്പെട്ടു. വലാ യുഅ്ദനു, അനുവാദം നൽകപ്പെടുന്നതല്ല. ലഹും, അവർക്ക്. ഫയഅ്തദിറൂൻ, അങ്ങനെ. യഅ്തദിർ, ഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ. യഅ്തദിർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഉദ്ർ എന്ന് പറഞ്ഞാൽ ഒഴികഴിവ് പറയുക, ഒഴികഴിവ് പറയുക. അപ്പോൾ ഒഴികഴിവ് പറയാനായിട്ട് അനുവാദം നൽകപ്പെടുന്നതുമല്ല. ഒഴികഴിവ് പറയുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കതറിയാലോ. നമ്മൾ പല സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നരകത്തിൽ പ്രവേശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അവസാനത്തെ ഒരവസ്ഥയാണ്. വിചാരണ സഭയിൽ ഇവർ പലതും പറയും, അനേകം ഒഴികഴിവുകളൊക്കെ പറയും. ഓരോരുത്തരും കുറ്റം മറ്റുള്ളവരിൽ ചാർത്തി സ്വയം നിരപരാധി ചമയാനൊക്കെ ശ്രമിക്കും.
നേതാക്കളും അവരുടെ ശിഷ്യന്മാരും പരസ്പരം കുറ്റപ്പെടുത്തും. ചിലർ സ്വന്തം കുറ്റങ്ങൾ നിഷേധിക്കും. പിന്നെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെളിവുകളെല്ലാം അവർ കുറ്റവാളികളാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ അവരുടെ തന്നെ കൈയും കാലും മറ്റ് അവയവങ്ങളൊക്കെ അവർക്കെതിരെ സാക്ഷി പറഞ്ഞുകൊണ്ട് കുറ്റം തെളിയിക്കുന്നതിൽ ഒരു കുറവും അവശേഷിക്കാതിരിക്കുമ്പോൾ തികച്ചും സത്യസന്ധമായ രീതിയിൽ നീതിയുടെയും ന്യായത്തിൻ്റെയും താൽപ്പര്യങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് അവരെ അള്ളാഹു ആ ശിക്ഷാവിധി കേൾപ്പിക്കും. അന്നേരം അവർ അന്ധാളിച്ചു പോകും. ഒഴികഴിവായിട്ട് വല്ലതും പറയാനുള്ള ഒരു പഴുതും പിന്നെ കിട്ടുകയില്ല. ഒരു കഴിവ് ബോധിപ്പിക്കാൻ അവസരം നൽകില്ലെന്നോ ഒരു മിനിറ്റ് അനുവാദം നൽകില്ലെന്നോ അല്ല ഈ പറഞ്ഞത്. അതിനുള്ള അവസരമൊക്കെ കഴിഞ്ഞുപോയി. കാരണം വിചാരണാവേളയിൽ ഇവർ ഒഴികഴിവ് പറഞ്ഞിരുന്നു. വിചാരണ ചെയ്യുന്ന സമയത്ത് ഞാനത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സാക്ഷികളെ അല്ലാഹ് ഹാജരാക്കും. ഭൂമി ഒരു സാക്ഷിയാണ്, കൈയും കാലൊക്കെ സാക്ഷികളാണ്. നമ്മുടെ നാവ് സംസാരിക്കില്ല, തൊലിയൊക്കെ സംസാരിക്കും, നമ്മുടെ ത്വക്ക് ഒക്കെ സംസാരിക്കും. അപ്പോൾ അവിടെ എല്ലാം തനിക്ക് എതിരായിട്ട് നിൽക്കുമ്പോൾ തൻ്റെ കുറ്റം, താൻ ചെയ്ത കുറ്റം നിരവധി അനവധി സാക്ഷികളാൽ തെളിയിക്കപ്പെടുമ്പോൾ പിന്നെ എന്ത് ഒഴികഴിവ് പറയാനാണ്? മനസ്സിലായോ? അതാണ് ഈ പറഞ്ഞത്. ഈ ലോകത്ത് നമുക്ക് കോടതിയെ സ്വാധീനിക്കാം, എന്തൊക്കെ ചെയ്യാം, നമ്മുടെ ഭരണാധികാരികളെ സ്വാധീനിക്കാം. പക്ഷേ പരലോകത്ത് അതിന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരായത്താണ് ഇപ്പോൾ പഠിച്ചത്. വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. ഒഴികഴിവ് പറയാനായിട്ട് അവർക്ക് അനുവാദം നൽകപ്പെടുകയില്ല, അവസരം ലഭിക്കുകയില്ല. അവസരം ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ശരിക്കും മനസ്സിലാക്കണം. ഇവർക്ക് അവസരം ലഭിച്ചിരുന്നു. എവിടെ വെച്ചാൽ ലഭിച്ചത്? വിചാരണ വേളയിൽ. ആ സമയത്ത് ഇവർ ഒഴികഴിവെല്ലാം പറഞ്ഞതാണ്. പക്ഷേ അല്ല സാക്ഷികളെ ഹാജരാക്കി. പിന്നെ അവർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അതിഭയാനകമായ നരകത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെട്ടു. ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ പിന്നെ അവർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. വീണ്ടും ആ ആയത്ത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. വൈലുൻ മഹാനാശം, യൗമഇദിൻ അന്നേ ദിവസം, ലിൽ മുകദ്ദിബീൻ തള്ളിപ്പറഞ്ഞവർക്ക്, നിഷേധിച്ചവർക്ക്. എന്തിനെ നിഷേധിച്ചവർക്ക്? പരലോകത്തെ നിഷേധിച്ചവർക്ക് അന്നേ ദിവസം മഹാനാശം. ശരി, ഇനി വീണ്ടും അള്ളാഹു പരലോകത്തെ സംബന്ധിച്ച് പറയുകയാണ് അടുത്ത ആയത്തിൽ. നോക്കാം. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ ഫഇൻ കാന ലക്കും കൈദുൻ ഫകീദൂൻ വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. ഹാദാ യൗമുൽ ഫസ്ൽ. ഹാദാ യൗമുൽ ഫസ്ൽ. ഹാദാ എന്ന് പറഞ്ഞാൽ ഇത്, യൗമ എന്ന് പറഞ്ഞാൽ ദിവസം, അൽ ഫസ്ൽ എന്താണ്? ഫസ്ൽ എന്ന് പറഞ്ഞാൽ വിധി തീർപ്പ്.
വിധി തീർപ്പ്, അതിൻ്റെ ദിനം. പരലോകത്തിന് അള്ളാഹ് കൊടുത്ത ഒരു പേരാണ് വിധി ദിനം. ഈ ലോകത്ത് പരിഹരിക്കപ്പെടാത്ത, ഈ ലോകത്ത് അല്ലെങ്കിലും ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നില്ല. താൽക്കാലികമായ ആശ്വാസമല്ലാതെ ഈ ലോകത്ത് ഒരു പ്രശ്നത്തിനും സമ്പൂർണമായ പരിഹാരം ലഭിക്കുന്നില്ല. സമ്പൂർണമായ പരിഹാരം ലഭിക്കുന്ന ദിനം, അതാണ് ഇവിടെ യൗമുൽ ഫസ്ൽ. നിങ്ങൾ ശാന്തമായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു പ്രശ്നത്തിനും ഈ ലോകത്ത് മനുഷ്യന് തൃപ്തിപ്പെടുന്ന ഒരു പരിഹാരം ലഭിക്കുന്നില്ല. അത് ലഭിക്കുന്ന ദിവസം എന്നതാണ് അവിടെ ഫസ്ൽ, യൗമുൽ ഫസ്ൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ജമഅനാകും, നാം നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ജമഅന എന്ന് പറഞ്ഞാൽ നാം ഒരുമിച്ച് കൂട്ടി. കും, നിങ്ങളെ. വൽ അവ്വലീന, മുൻഗാമികളെയും. നിങ്ങളെ മാത്രമല്ല, പിന്നെ ആരെയാണ്? മുൻഗാമികളെയും. മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ പൂർവികരെ. അപ്പോൾ ജമഅനാകും, നാം നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. വൽ അവ്വലീന എന്ന് പറഞ്ഞാൽ മുൻഗാമികളെയും. അപ്പോൾ ലോകത്ത് ജനിച്ച് മരിച്ചുപോയ സകല മനുഷ്യരെയും. അപ്പോൾ നിങ്ങളെയും എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെയും, അതാണിപ്പോൾ നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ ഇപ്പം നമ്മളെയും. ഇവിടെ നിങ്ങളെയും എന്ന് പറയുമ്പോൾ 1400 കൊല്ലങ്ങൾക്കപ്പുറമുള്ള അറബികൾ, ആ അറബികൾ. ഇപ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളാണ്. അവ്വലീന എന്ന് പറഞ്ഞാൽ പൂർവികരാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അത് വിധി തീർപ്പിൻ്റെ ദിനമാണ്. അപ്പോൾ പരലോകം ഉണ്ട് എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് ഈ പറഞ്ഞത്. ബുദ്ധിപരമായ തെളിവിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. പരലോകം ഉണ്ട് എന്നതിൻ്റെ ബുദ്ധിപരമായ ആ തെളിവിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാം. എന്ത്? വിധി തീർപ്പ്. ഒരു പ്രശ്നത്തിനും ഈ ലോകത്ത് പരിപൂർണമായ വിധി തീർപ്പിലെത്താൻ സാധ്യമല്ല. ഒരു പ്രശ്നത്തിനും, അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാകട്ടെ വലിയ വലിയ പ്രശ്നങ്ങളാകട്ടെ, അതിൻ്റെ സമ്പൂർണമായ വിധി തീർപ്പ് നടക്കുന്നത് പരലോകത്ത് വച്ചാണ്. അത് നീതിയുടെ തേട്ടമാണ്. എൻ്റെ പ്രശ്നത്തിന് എൻ്റെ മനസ്സ് തൃപ്തിപ്പെടുന്ന ഒരു വിധി എനിക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കണം എന്നത് എൻ്റെ മനസാക്ഷിയുടെ തേട്ടമാണ്. അത് ലഭിക്കാൻ ഒരു ദിവസമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്രമാത്രം അസ്വസ്ഥരായിരിക്കും നമ്മൾ. അപ്പോൾ ബുദ്ധിപരമായ തെളിവിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു തെളിവ് കൂടിയാണ് വിധി തീർപ്പിൻ്റെ ദിനം. ഫഇൻ കാന ലകും കൈദുൻ ഫകീദൂൻ. ഫഇൻ കാന ലകും, ഫഇൻ കാന ഉണ്ടെങ്കിൽ, ലക്കും നിങ്ങൾക്ക്, കൈദുൻ, കൈദ് എന്ന് പറഞ്ഞാൽ തന്ത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും തന്ത്രമുണ്ടെങ്കിൽ, നിങ്ങളുടെ കൈവശം എന്തെങ്കിലും കൈദ്, ഇവിടെ നിങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് ഇസ്ലാമിൻ്റെ ശത്രുവിഭാഗമായ നിഷേധികളാണ്, അഥവാ പരലോകത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ കൈവശം എന്തെങ്കിലും തന്ത്രം ഉണ്ടെങ്കിൽ ഫകീദൂനി, എന്നോട് തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക. അങ്ങനെയാണെങ്കിൽ കീദൂ, നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചു കൊള്ളുക, നീ എന്നോട്. ഇവിടെ തന്ത്രം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? തന്ത്രം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇഹലോകത്ത് നിങ്ങൾ വലിയ തന്ത്രങ്ങൾ ഒക്കെ മെനഞ്ഞവരാണ്, സൂത്രശാലികളൊക്കെ ആയിരുന്നു. വല്ല സൂത്രവും ഉപയോഗിച്ച് എൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അതൊന്ന് കാണട്ടെ. ഈ ലോകത്ത് എത്ര കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കേസുകളിൽ നിന്നൊക്കെ ഊരിപ്പോയത്. അങ്ങനെയാണെങ്കിൽ
അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തന്ത്രം മെനയൂ. അതൊന്നും ഞാൻ കാണട്ടെ. ഫകീദൂനി, എൻ്റെ പിടുത്തത്തിൽ നിന്ന് ഊരിപ്പോകാനായിട്ട് നിങ്ങൾ സൂത്രം മെനയൂ. നിങ്ങൾ ദുനിയാവിൽ വച്ച് വലിയ സൂത്രശാലികളും തന്ത്രശാലികളുമൊക്കെ ആയിരുന്നല്ലോ. ഇതാണ് ആ ചോദ്യം. വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ. അത് വീണ്ടും ആവർത്തിക്കുന്നു. എന്താ അർത്ഥം? അന്നേ ദിവസം പരലോകത്തെ തള്ളിപ്പറഞ്ഞവർക്കല്ലോ മഹാനാശം. ശരി, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അത് ലാസ്റ്റ് ഭാഗമാണ്. അത് നിങ്ങൾക്ക് ഞാൻ എടുത്താൽ പ്രയാസമാവില്ലല്ലോ. കുറച്ചധികം ആയത്തെടുത്തു എന്ന്. കാരണം വലിയ ചർച്ചയില്ല, കുറച്ച് പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പോയത്. ഇനിയിപ്പോൾ ലാസ്റ്റ് ആയത്തെടുത്താൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ശരി. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ വഫവാകിഹ മിമ്മാ യശ്തഹൂൻ കുലൂ വശ്റബൂ ഹനീഅം ബിമാ കുൻതും തഅമലൂൻ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. ഇപ്പം സത്യനിഷേധികളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ യഥാർത്ഥ ഭക്തരായ സത്യവിശ്വാസികളായ ആളുകൾ ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ചും പറയണ്ടേ. ഇതിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്ന് പെടഞ്ഞു. എത്ര ഭീകരമാണ് നരകം എന്നൊക്കെ നമ്മുടെ മനസ്സൊന്ന് വല്ലാതെയായി. അള്ളാഹുവേ, ആ നരകത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കല്ലേ എന്ന് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോയി. അപ്പോഴാണ് അടുത്ത ആയത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇന്നൽ മുത്തഖീന, തീർച്ചയായും ഭക്തരായ ആളുകൾ, ഫീ ളിലാലിൻ, അവർ തണലുകളിലാണ്, വഉയൂനിൻ, അവർ അരുവികളിലാണ്, സുഖശീതള ഛായ എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ളിലാൽ, തണലുകൾ. പിന്നെ ഉയൂൻ, അരുവികൾ, അഥവാ കണ്ണിന് ആകർഷണം ലഭിക്കുന്ന നയനമനോഹരമായ സുഖശീതള ഛായകളിൽ അരുവികളുടെ തീരത്ത് ആ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കുന്നുണ്ടാകും സ്വർഗത്തിൽ. അതാണ് ഭക്തരായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യം. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വസ്ഥത എന്നത്, സമാധാനം എന്നത്. ഈ സമാധാനം തേടിയാണ് മനുഷ്യരിങ്ങനെ യാത്ര ചെയ്യുന്നത്, പല പ്രദേശങ്ങളിൽ പോയി ഇരിക്കുന്നതും പല സ്ഥലങ്ങളിലേക്ക് യാത്രകൾ ചെയ്യുന്നതും മനസ്സിന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിൻ്റെ സമ്പൂർണമായ ആശ്വാസം എന്നത് സ്വർഗത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. ഈ ലോകത്ത് ലഭിക്കുന്ന ആശ്വാസങ്ങളൊക്കെ പരിമിതവും പിന്നെ നൈമിഷികവുമാണ്. പരലോകത്ത് ചെല്ലുമ്പോഴാണ് പരിപൂർണമായ ശാശ്വതമായ ആനന്ദവും സമാധാനവും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം സ്വർഗത്തെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ നയനമനോഹരമായ കാഴ്ചകളെ സംബന്ധിച്ച് അള്ളാഹു വർണ്ണിക്കുന്നത്. അപ്പോൾ അവിടെ ഉയൂൻ എന്ന് പറഞ്ഞാൽ അരുവികളാണ്. അരുവികളുടെ തീരത്തും നല്ല സുഖശീതള ഛായയിലും ഇരിക്കുവാനും നടക്കുവാനും മനസ്സിന് ആശ്വാസം കണ്ടെത്തുവാനും അവർക്ക് സാധിക്കുന്നു. ആ സന്ദർഭത്തിൽ വഫവാക്കിഹ മിമ്മ യഷ്തഹൂൻ. വഫവാക്കിഹ, ഫവാക്കിഹ എന്ന് പറഞ്ഞാൽ ഫാക്കിഹത്തിൻ്റെ ബഹുവചനമാണ്. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ പഴങ്ങൾ, പഴം എന്നർത്ഥം, ഫ്രൂട്ട്. ഫവാക്കിഹ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ്, പഴങ്ങൾ. മിമ്മ യഷ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഏതാഗ്രഹം. ഒരു
നിർണിതമായ പഴം, നിർണിതമായ ഫ്രൂട്ടല്ല ലഭിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള, മനസ്സിൽ കൊതി തോന്നുന്ന, ആഗ്രഹം തോന്നുന്ന ഫ്രൂട്ട് ഏതാണോ അതവർക്ക് ലഭിക്കുന്നു. രണ്ട് കാര്യമാണ് മനുഷ്യർക്ക് പ്രധാനമായിട്ടും ആശ്വാസം നൽകുന്നത്. ഒന്ന് സുന്ദരമായ കാഴ്ചകൾ, രണ്ട് രുചികരമായ ഭക്ഷണം. ഇത് രണ്ടും അവർക്കവിടെ ലഭിക്കുന്നു. ഇത് പറയുന്നു, കുലു നിങ്ങൾ തിന്നുക, വഷ്റബു നിങ്ങൾ കുടിച്ചുകൊള്ളുക, ഹനീഅൻ തൃപ്തിയോടെ. ആരുടെയും ഔദാര്യമല്ല എന്നർത്ഥം. മനസ്സിന് തൃപ്തിയോടെ ഒരാഹാരം കഴിക്കുക എന്നത് ഏറ്റവും വലിയ ആശ്വാസമാണ്. എന്തെങ്കിലും വാരി തിന്നുക എന്നതല്ല, തൃപ്തിയോടെ ആശ്വാസത്തോടെ കഴിക്കുക എന്നത് ഏറ്റവും വലിയ സമാധാനമാണ്, സംതൃപ്തിയാണ്. നാളെ സ്വർഗത്തിൽ നമുക്കത് ലഭിക്കുന്നു. അതാണ് ഹനീഅൻ. ബിമാ കുൻതും തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണമായി. അതായത് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സൽക്കർമ്മങ്ങൾ, അതാണ് ബിമാ കുൻതും. ഈ ലോകത്ത് അവർ സ്വർഗത്തെ ലക്ഷ്യം വച്ചുകൊണ്ട് പണിയെടുത്തവരാണ്. ഒരുപാട് മനസമാധാനം നഷ്ടപ്പെട്ടവരാണ്. അതാണ് അവർക്കവിടെ സമാധാനം എന്ന് അല്ല പറയാനുള്ള കാരണം. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവർക്ക് മനസ്സമാധാനം കിട്ടിയിട്ടില്ല. സമാധാനത്തോടെ ഒന്ന് ഇരിക്കാനോ ഒന്ന് ആഹാരം കഴിക്കാനോ അവർക്ക് സാധ്യമായിട്ടില്ല. രോഗങ്ങളായിട്ടോ മറ്റനേകം മാനസികമായ സമ്മർദ്ദങ്ങളായിട്ടോ ഒക്കെ അവർ പ്രയാസപ്പെട്ടിരുന്നു. അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ശത്രുക്കളുടെ എതിർപ്പും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തടവറയും ഒക്കെയായിട്ട് അവർക്ക് സമാധാനം കിട്ടിയിട്ടില്ല. നേരാവണ്ണം അവർക്ക് ആഹാരം കഴിക്കാനും പറ്റിയിട്ടില്ല. സംതൃപ്തിയോടെ അവർ ആഹാരം കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരൊന്ന് ഇരിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, നയനമനോഹരമായ കാഴ്ചകൾ കാണുന്നു, സംതൃപ്തിയോടെ ആഹാരം കഴിക്കുന്നു. ആ സമയത്ത് അല്ലാഹ് പറയുന്നു, തിന്നുക, കുടിക്കുക, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണമായി. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇന്നാ തീർച്ചയായും നാം, കദാലിക അപ്രകാരം, നജ്സി നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ, മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യുന്നവർ, നന്മ ചെയ്യുന്നവർക്ക് അപ്രകാരം. അപ്രകാരം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പ്രകാരം നാം പ്രതിഫലം നൽകുന്നു. വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, പിന്നെയും വന്നിരിക്കുകയാണ് ആയത്ത്. അതുകൊണ്ട് പരലോകത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കന്ന് മഹാനാശം. ഈ നയനമനോഹരമായ സ്വർഗം കാണുമ്പോൾ അവർക്ക് നഷ്ടബോധം ഉണ്ടായിത്തീരും. അതാണ് ഇവിടുത്തെ നാശം. അവരോട് പറയും, കുലു തിന്നുക, വതമത്തഉ നിങ്ങൾ സുഖിച്ചുകൊള്ളുക, ഖലീലൻ കുറച്ചു കാലം. അത് ദുനിയാവിൽ, ഈ ദുനിയാവിൽ, ആ ദുനിയാവിലെ ആ ഇപ്പോൾ പറയുന്നത് ദുനിയാവിനെ സംബന്ധിച്ചാണ്. സത്യനിഷേധികളായ മനുഷ്യരോട് പറയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തിന്നുക, കുടിക്കുക. ഇവിടെ അവർക്ക് എല്ലാ ആസ്വാദനങ്ങളുമുണ്ട്. അത് ഖലീലാണ്, കുറച്ചു കാലം. ഇന്നകും മുജ്രിമൂൻ, തീർച്ചയായും നിങ്ങൾ പാപികളാണ്. മുജ്രിമൂൻ, അജ്റമ എന്ന് പറഞ്ഞാൽ പാപം ചെയ്തു. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ പാപികളാണ്. നിങ്ങൾ തിന്നുക, നിങ്ങൾ കുടിക്കുക, തീർച്ചയായും നിങ്ങൾ പാപികളാകും. ഏതാനും ദിവസം, ഭൗതിക ജീവിതം പരലോകത്തെ അപേക്ഷിച്ച് ഏതാനും നാളുകളാണ്, വളരെ കുറച്ച് നാളുകൾ. അതാണ് ഖലീൽ എന്ന പ്രയോഗം. ശരി, വീണ്ടും വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, നമുക്കറിയാം അല്ലേ. ശരി, പിന്നീട് നോക്കാം.
വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, ഖീല പറയപ്പെട്ടു, ലഹും അവരോട്, ഇർകഉ നിങ്ങൾ കുമ്പിടുവിൻ, റുകൂഅ ചെയ്യുവിൻ. ഇർകഉ റകഅ യർകഉ റകഅ എന്ന് പറഞ്ഞാൽ എങ്ങനെ? റുകൂഅ ചെയ്തു അഥവാ കുനിഞ്ഞു. ലാ യർകഊൻ അവർ റുകൂഅ ചെയ്തില്ല, അവർ കുനിഞ്ഞില്ല. കുനിയാൻ പറഞ്ഞപ്പോൾ അവർ കുനിഞ്ഞില്ല. എന്താ അവിടെ കുനിയാൻ പറയാന്ന് പറഞ്ഞാൽ? കുനിയാൻ പറയാന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കലാണ് ഈ കുനിയാൻ പറയൽ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായിട്ട് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് അള്ളാഹിനെ വണങ്ങി അള്ളാഹിനെ വഴങ്ങി ജീവിക്കലാണ് റുകൂഅ. നമസ്കാരത്തിലെ റുകൂഅ അതിൻ്റെ ഒരു രൂപമാണ്. അത് കേവലം ഒരു റുകൂഅ മാത്രമല്ല, അള്ളാഹ്ക്ക് വഴിപ്പെടാൻ ഞാൻ സന്നദ്ധനാണ് എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് റുകൂഅ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ലാ യർകഊൻ അവർ കുനിഞ്ഞില്ല. വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ, അറിയില്ല അതിൻ്റെ അർത്ഥം നമുക്കറിയാലോ, ആ പരലോകത്തെ തള്ളിപ്പറഞ്ഞവർക്ക് മഹാനാശം. അപ്പോൾ ഈ സൂറയിൽ പല തെളിവുകൾ അല്ല എടുത്തു വച്ചു. ബുദ്ധിപരമായ തെളിവ്, പ്രകൃതിപരമായ തെളിവ്, ചരിത്രപരമായ തെളിവ്, പിന്നെന്താ പറഞ്ഞേ, ഇതൊക്കെ അല്ല എടുത്തു വച്ചിട്ടാണ് ഈ പറയണത്. വെറുതെ അടിച്ചേൽപ്പിക്കുകയല്ല. ലാസ്റ്റ് ഒരു വാക്ക് കണ്ടോ, ഫബി അയ്യ ഹദീസ്, ഇനി എന്താ ഞാൻ പറയേണ്ടത്? ഒരു മനുഷ്യനെ ഇനി എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതിനപ്പുറം ഫബി അയ്യ, ഇനി ഏതാണ്? ഹദീസ് ഒരു വാർത്ത, ഒരു സംസാരം. ഹദീസ് എന്ന് പറഞ്ഞാൽ ഒരു സംസാരം. ഇപ്പോൾ നബിയുടെ ഹദീസ് എന്ന് പറയുമ്പോൾ നബിയുടെ സംസാരം, നബിയുടെ ഉപദേശം, നബിയുടെ സംസാരം. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ? ഇപ്പോൾ നമ്മൾ സാധാരണ പറയില്ലേ, ഒരു സംഗതി പറഞ്ഞു കൊടുത്തിട്ട് അംഗീകരിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, ഇതിൽ കൂടുതൽ ഞാനിനി എന്താ ചെയ്യേണ്ടത്? ബഅദഹു ഇതിന് ശേഷം യുഅ്മിനൂൻ അവർ വിശ്വസിക്കുക. ഇനിയിപ്പോൾ എങ്ങനെ പറഞ്ഞാലാണ് അവർ വിശ്വസിക്കുക? ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്? എല്ലാ തെളിവും അള്ളാഹു എടുത്തു വെച്ച് ഈ സൂറയിൽ, ഈ മുർസലാത്ത് എന്ന അധ്യായത്തിൽ. ബുദ്ധിയുള്ള ഒരു മനുഷ്യന് പരലോകം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ സൂറയിൽ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം ഇനി ഒന്നും പറയേണ്ടതില്ല. ലാസ്റ്റ് അല്ല പറഞ്ഞ് അവസാനിപ്പിച്ച പോയിന്റ് കണ്ടില്ലേ? ഇതിലപ്പുറം ഞാനിനി എന്താ പറയേണ്ടത്? ഒന്നിച്ച് പറയുമ്പോൾ ഈ ഖുർആനിന് ശേഷം ഇനി അവർ വിശ്വസിക്കുന്ന സന്ദേശം വേറെ ഏതാണ്? അവിടെ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് കേട്ടോ. മനുഷ്യന് സത്യാസത്യങ്ങൾ വേർതിരിച്ച് ബോധ്യപ്പെടുത്താനായിട്ട്, സന്മാർഗം കാണിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും വലിയ ഒരു ഗൈഡാണ് ഖുർആൻ. ഈ ഗൈഡ് ഉണ്ടായിരിക്കെ ഇതിലപ്പുറത്തേക്കിന് എന്താണ് വേണ്ടത്? അങ്ങനെ അർത്ഥം കൊടുക്കാം. ഇതോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ മുർസലാത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. വൈലു യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ എന്ന ആയത്ത് ഈ സൂറയിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പരലോകത്തെ തള്ളിപ്പറഞ്ഞവർക്ക് അന്നേ ദിവസം മഹാനാശം. പരലോകം ഒരു സത്യമാണ്. മരണശേഷം നമുക്കൊരു ജീവിതം ഉണ്ട്. അനന്തമായ അനശ്വരമായ ഒരു ജീവിതമാണത്. ആ ജീവിതം ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് സത്യവിശ്വാസിയാകാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം. അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസത്തോടൊപ്പം തന്നെ പരലോകമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന വിശ്വാസം അതുകൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർത്തിയാവുക. ആ വിശ്വാസമില്ലാതെ അള്ളാഹു ഉണ്ട് എന്ന് മാത്രം വിശ്വസിച്ചാൽ നമ്മൾ സത്യവിശ്വാസികൾ ആവുകയില്ല. പരലോകം ഉണ്ട് എന്ന വിശ്വാസമാണ് നമ്മെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത്, യഥാർത്ഥ വിശ്വാസിയാക്കുന്നത്. തിന്മയെ തൊട്ട് അകന്നു നിൽക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകവും പരലോക വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന, ആ വിശ്വാസമുണ്ട് എന്ന്
പ്രധാനപ്പെട്ട 4 തെളിവുകൾ നിരത്തി സമർത്ഥിക്കുന്ന ഒരു സൂറയാണ് നമ്മളൊക്കെയും പഠിച്ചു കഴിഞ്ഞത്. ഈ സൂറയിൽ നരകത്തെ വർണ്ണിച്ചിരിക്കുന്നു അതിഭീകരമായ രൂപത്തിൽ. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. സുബഹിക്ക് ശേഷം 7 പ്രാവശ്യം അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവേ, നരകത്തെ തൊട്ട് എന്നെ നീ അകറ്റണമേ. മഗ്രിബിന് ശേഷവും ഏതാണ്ട് 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ പ്രാർത്ഥനകളിലും വഖിന അദാബന്നാർ, നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ഉണ്ടായിരുന്നു. സദാ നമ്മളും പ്രാർത്ഥിക്കുക. അറബിയിൽ പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ നാവിൽ വരേണ്ട ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുവേ, നരകത്തെ തൊട്ട് നീ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ സഹപ്രവർത്തകരെയും നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സിൽ ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് സൂറത്ത് അടുത്ത ആഴ്ച പഠിക്കാനായിട്ട് ആരംഭിക്കാം. നിങ്ങൾക്ക് ഈ സൂറയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി. അറിയുന്ന പോലെ മറുപടി നൽകാനായിട്ട് ശ്രമിക്കാം. അള്ളാഹു ഇത് കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സൂറ പഠിച്ചത് ഒരു വലിയ പുണ്യമായിട്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് നമുക്ക് അതിന് ഉചിതമായ പ്രതിഫലം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ആമീൻ.